നമസ്കാരം. ചന്ദ്രലേഖയുടെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു എന്നാൽ ഐശ്വര്യത്തിന്റെ ഉത്സവമാണ്. വിഷുവിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്തൊരു കൊല്ലത്തേക്ക് നീണ്ടു നിൽക്കുമെന്നാണ് വിശ്വാസം. ഐശ്വര്യ സമ്പൂർണമായ കണി കണ്ടുണരുമ്പോൾ സമൃദ്ധിയുടെ നാളെയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. വിഷുവിൻ്റെ രുചികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും പായസം വിട്ടുപോകാത്ത ഒന്നാണ്. പായസത്തിൻ്റെ മധുരമൊക്കെ നമ്മുടെ വിഷുവിൻ്റെ ഓർമ്മകളിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതാണ്. ഇന്ന് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വിഷുവിൻ്റെ പായസം ചെയ്തു വരുന്നത് അരുണാൻ്റിയാണ്. നമുക്ക് അരുണാൻ്റിയെ പരിചയപ്പെടാം. ഹായ് ആൻറ്റി, വിഷുവിൻ്റെ സ്പെഷ്യലായിട്ടൊരു പായസമാണ് ആൻറ്റി ഉണ്ടാക്കാന്ന് പറഞ്ഞത്. ഏത് പായസമാണ്? ഞാൻ ചക്ക പ്രഥമനാണ്. ചക്ക പ്രഥമനാണ്. ചക്ക എന്ന് പറഞ്ഞാൽ ചക്ക നല്ല വരിക്ക ചക്ക, അത് നമ്മൾ വേവിച്ച് അത് പിന്നെ അതിന് ശർക്കരയൊക്കെ ചേർത്ത് വേവിക്കുക. വേവിച്ച് കഴിഞ്ഞിട്ട് കട്ട ഉടയാനായിട്ട് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിക്കാം. അതിന് ശേഷം വീണ്ടും ഉള്ളിയിൽ വെച്ച് തന്നെ അതിനെ വരട്ടിയെടുക്കുകയാണ്. ശർക്കര ഉരുക്കി അരിച്ച ശർക്കര അതിലേക്ക് ഇട്ട് വളരെ വലിയൊരു പ്രോസസ്സാണ്. അതെ അതെ. അപ്പം അതുപോലെ അതെ അതെ നല്ല ചക്കയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വരട്ടിയൊക്കെ വയ്ക്കും. അപ്പോൾ വിഷുവിന് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതെ അതെ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ. ആദ്യമായിട്ട് ഇതിൽ നല്ലപോലെ ചൂടാവണം. പണ്ടത്തെ വീടുകളിൽ എപ്പോഴും ഉരുളിയിലാണ് എല്ലാവരും. ഓട്ടുരുളിക്കാണ് പ്രാധാന്യം. അതെന്തുകൊണ്ടാണ് ചൂട് നിൽക്കും. പിന്നെ മറ്റേ ഇൻഡാലിയം ഒക്കെ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൂട്ടുള്ളതല്ലേ ഉണ്ടാക്കുമ്പോൾ. ഇതിൽ ഓടെന്ന് പറയുമ്പോൾ ശരിക്കും ഓട് അത് ഉപയോഗിച്ചാൽ സ്വാദ് കൂടുന്നത് ഓട്ടുരുളിയിൽ വെച്ചാണ്. സ്വാദിനും വ്യത്യാസം. അതെ അതെ, വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിത് ഈ ചക്ക ഇത് കുറച്ച് മൂന്നാമത്തെ പാലൊഴിച്ചത് ഇതിന് ഈ ചക്ക വരട്ടിയതിനെ ഉടച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ച് വെച്ചേ. ഈ ചക്ക വരട്ടാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ ചക്ക വരട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്ക വരിക്ക ചക്ക എടുത്ത് അതിൻ്റെ കുരു കളഞ്ഞ് അത് പഴുത്ത ചക്ക, നല്ല പഴുത്ത ചക്ക കുരു കളഞ്ഞ് നമ്മൾ ഉരുളിയിൽ ഇട്ട് വെച്ചിട്ടൊന്ന് വേവിക്കും. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഉടയാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിക്കും. വീണ്ടും തിരിച്ച് ഉരുളിയിലേക്ക് ഇട്ടിട്ട് അത് വീണ്ടും അതിന് ശർക്കര പാനി നല്ലപോലെ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര അതിലേക്ക് ഒഴിച്ച് അത് നല്ലപോലെ ഇളക്കി കുറുകി വരുമ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറുകി വരുന്നതാണ് ഭാഗം. അതെ, കുറുകി വരുന്നത്. അപ്പോൾ ഈ നെയ്യും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഉരുളിയിൽ നിന്ന് ഇതിങ്ങനെ വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിക്കണം. അതിൽ പിടിക്കില്ല. നമ്മൾ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് പോരും. അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. എത്ര ഉണ്ടാവും ഇതിപ്പോൾ ഏകദേശം ഒരു പകുതി ചക്കയുടെ ഒരു ഇതാണ് വരുന്നത്. ഏകദേശം ഒരു 1/2 കിലോ കാണും അത്. അതിൻ്റെ ഇതാണ് മൂന്നാം പാലെടുത്ത് നമ്മൾ ഇതിനെ മിക്സിയിലിട്ടൊന്ന് അടിച്ച് അതിനെ ഒന്നുകൂടി ലൂസാക്കി വെച്ചേക്കണം. അതെ അതെ. അത് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളിരിക്കും. ഇതാണ് ശരിക്കും ചക്ക വരട്ടി വെക്കുന്നത്. അതെ, ഇത് നമുക്ക് ഇപ്പം അടയുണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം. ഇതുകൊണ്ട് നമുക്ക് പായസം, ചക്കപ്പായസം ഉണ്ടാക്കാം. ഇപ്പൊ വിഷു ആയതുകൊണ്ട് പായസത്തിനാണല്ലോ പ്രാധാന്യം. അപ്പൊ അതും ചക്കയ്ക്ക് ഈ വിഷുക്കാലത്ത് ചക്കയ്ക്ക് വളരെ പ്രാധാന്യം എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ചക്ക ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. ഇപ്പൊ ഇതല്ലാതെ ചക്ക നേരിട്ട് ഉടച്ചിട്ടാണെങ്കിലും പറ്റുമോ? വേണമെങ്കിൽ ആവാം. പക്ഷെ സ്വാദ് കൂടുന്ന മാത്രല്ല, ഇതിൽ നെയ്യൊക്കെ ഒഴിച്ചൊക്കെ ചെയ്ത് ജോലി കൂടും. അതായത് ഇതിന് വരട്ടിയൊക്കെ എടുക്കണമെങ്കിൽ ഇത് കുറച്ച് സമയം എടുക്കും. ഇത് 1 മണിക്കൂർ 1.5-2 മണിക്കൂറോളം ഇത് ഇളക്കി ഇരുന്നാലേ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തെറിക്കും. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ അപ്പോൾ ഇത് നേരത്തെ ഇത് റെഡിയാക്കി വെക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ പഴം വയ്ക്കുകയാണെങ്കിലും പഴത്തിൻ്റെ പായസം വയ്ക്കുകയാണെങ്കിലും പഴം നമ്മൾ ഇതുപോലെ വരട്ടിയിട്ടാണ് എടുത്തു വെച്ചിട്ടാണ് 2 ദിവസം മുമ്പേ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പേ നമുക്ക് ചെയ്യാം. എടുത്തു വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഉരുളിയിൽ വെക്കണതിൻ്റെ സ്വാദും പിന്നെ നെയ്യ് നേരത്തെ വരട്ടി വെക്കുമ്പോൾ സ്വാദും തേങ്ങാപ്പാലും അതെ എല്ലാം കൂടെ ചേർന്ന്. ഇപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്?
ഇത് നല്ല ഉണങ്ങിയ തേങ്ങ നെയ്യിൽ വറുത്ത് വച്ചിരിക്കുന്നതാണ്. ഇത് അണ്ടിപ്പരിപ്പ് ഇതുപോലെ തന്നെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്നത്, ഉണക്കമുന്തിരി നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഏറ്റവും അവസാനം ഒഴിക്കാൻ ആവശ്യം വന്നാൽ വേണ്ടി മാത്രം നെയ്യ്. തേങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാല്, ഇത് ഏറ്റവും അവസാനം എടുത്തു വച്ചിരിക്കുന്ന പാല്, ഇത് രണ്ടാമത് എടുത്തു വച്ചിരിക്കുന്ന പാല്. ഇനി ഒന്നാം പാലെന്ന് പറയുന്നത് കട്ടിയുള്ള പാലാണ്, ഏറ്റവും ലാസ്റ്റ് ഒഴിക്കുന്ന പാല്. ഇത് ആദ്യം ഒഴിക്കും, പിന്നെ തിളയ്ക്കാൻ പാടില്ല. ഈ പാലൊഴിച്ചാൽ പിന്നെ ഓഫ് ചെയ്യും. ഞാനിത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. മൂന്നാം പാലില് ഒഴിച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന വരട്ടിയതാണ്. ഇത് മൂന്നാം പാൽ ഒഴിച്ച് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ചക്ക വരട്ടി വെച്ചിരിക്കുന്നത് മൂന്നാം പാൽ ഒഴിച്ച് ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ആൻറ്റി ഉരുളിയിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് എത്ര സമയം? ഇതിപ്പോൾ നമുക്ക് ഈ പാലൊഴിക്കാം, ഇപ്പം തന്നെ ഒഴിക്കാം. ഇത് മൂന്നാം പാല്, ലാസ്റ്റ് എടുക്കുന്ന പാല്. ആൻറ്റി കുക്കിങ്ങിൽ മാത്രമല്ല ഭയങ്കര കലാകാരിയും കൂടിയാണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ഭയങ്കര സിംഗർ, മ്യൂസിക് ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വലിയൊരു സിംഗറും കൂടിയാണല്ലേ? കുട്ടികളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യങ്ങേഴ്സ്, അവരെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ഫ്ലാറ്റ് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ളൊരു ഫ്ലാറ്റാണ് കേട്ടിട്ടുണ്ട്. വളരെ വ്യത്യസ്തമാണ് കുക്കിങ്ങും എല്ലാം. മറ്റുള്ള ഫ്ലാറ്റുകളിലൊക്കെ ഈ അടുത്തടുത്ത റൂമുകളിൽ താമസിക്കുന്നവരെ പോലും അറിയില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാവരും, ഇപ്പം ഞാൻ തന്നെ ഇവരെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പ്രായത്തിലുള്ള എൽഡേഴ്സിനും ഞാനൊരു പാട്ട് ക്ലാസ് ഉണ്ട്. കർണാട്ടിക് മ്യൂസിക്കാണ് ഇവരെ പഠിപ്പിക്കുന്നത്, യങ്ങേഴ്സിന്. എൽഡേഴ്സിനെ പഠിപ്പിക്കുന്നത് ലൈറ്റ് മ്യൂസിക്, അല്ലെങ്കിൽ ഓൾഡ് ഫിലിം സോങ്സ്, അങ്ങനെയുള്ളതൊക്കെയാണ് അവരെ പഠിപ്പിക്കുന്നത്. പിന്നെ അതുകൂടാതെ വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ ഒരു നാരായണീയം, വ്യാഴാഴ്ച 4 മണിക്ക് എല്ലാവരും എൽഡേഴ്സ് എല്ലാവരും കൂടി നാരായണീയുണ്ട്, അത് വായിക്കും. 1 മണിക്കൂർ വായിച്ച് അങ്ങനെയൊക്കെ നമുക്ക് തന്നെയാണ്. അതെ അതെ അതെ. അപ്പം അതിൽ തന്നെ കുക്കിങ്ങും എല്ലാവർക്കും ഇപ്പം നാടൻ രീതിയിലുള്ള കുക്കിംഗ് ഒന്നും എല്ലാവർക്കും അറിയണ്ടാവില്ല, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംശയം ചോദിച്ചാലൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അതിനായിട്ട് പ്രത്യേക ക്ലാസ്സൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇന്ന് ഞാൻ മ്യൂസിക് ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊണ്ടേ കൊടുക്കും. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം എന്തായാലും ആൻറ്റി ഈ വിഷുവിൻ്റെ കൂടെ ഈ പായസത്തിൻ്റെ കൂടെ നമുക്കൊരു പാട്ടുകൂടെ ആയാലോ? ഓക്കെ, കുഴപ്പമില്ല. ഒരു വിഷുവിൻ്റെ ഇതിപ്പോൾ ഞാൻ ഒരു 5-10 മിനിറ്റോളം ഇതിങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശർക്കര അരിച്ചു വെച്ചിരിക്കുന്ന, ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഒഴിക്കാം. മുഴുവൻ ഒഴിക്കണ്ട. നല്ല മധുരമുള്ള, അതെ അതെ. ഇത് കറുത്ത ശർക്കര ആകുമ്പോഴാണ് കൂടുതൽ രുചി. ഈ മഞ്ഞ വെളുത്തിരിക്കുന്ന ശർക്കരയുണ്ട്, അത് ആയി കഴിഞ്ഞാൽ അതിന് കുറച്ച് ഉപ്പ് രസം കൂടുതലുള്ള ശർക്കര. ഇത് മധുരം മാത്രമുള്ളതാണ് ഞാൻ പറയാം. നമ്മൾ അതിനകത്തോട് ശർക്കര ആഡ് ചെയ്ത് കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ മധുരം ഫീൽ ചെയ്യുന്നു. മണം ഉണ്ടല്ലോ, നല്ല തിളച്ച് കഴിയുമ്പോഴുള്ള ആ ഒരു വാസന, അതാണ് നമുക്ക് കൊതി ഉണ്ടാക്കുന്നത്. ഇപ്പം അത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കളറ് വ്യത്യാസമാണ്. ആൻറ്റിയുടെ പാട്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ പാലും കൂടെ ഒഴിച്ചിട്ടാവട്ടെ, ഇതും കൂടി ഒഴിച്ചിട്ടാവാം. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പാടാമല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ പായസം ഏകദേശം ഇങ്ങനെ, ഇനി എത്ര നേരം ഇത് വെക്കണം? ഇത് തിളച്ചൊന്ന് കുറുകണം. കുറുകുമ്പോഴാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഒന്നാം പാല് ഒഴിക്കുന്നതും ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്ത്. പിന്നെ ഒന്നും ചെയ്യാനില്ല. പാട്ടിൻ്റെ സമയം. ഇപ്പോൾ പാട്ട് പാടാം. കണ്ണനെ കണി കാണാൻ, കണ്ണൻ്റെ കളി കാണാൻ, കണ്ണടച്ചുറങ്ങേണം എൻ മനം, കണ്ണടച്ചുറങ്ങേണം.
കണ്ണനെ കണി കാണാൻ കണ്ണൻ്റെ കളി കാണാൻ കണ്ണടച്ചുറങ്ങേണം എൻ മനം കണ്ണടച്ചുറങ്ങേണം കണ്ണടച്ചുറങ്ങുമ്പോൾ കള്ളനടുത്തു വന്നു കിന്നാരം പറയുന്നുണ്ടോ കണ്ണടച്ചുറങ്ങുമ്പോൾ കള്ളനടുത്തു വന്നു കിന്നാരം പറയുന്നുണ്ടോ അവൻ കണ്ണഞ്ചും ചിരിയുടെ കള്ളത്ത കോലുകൊണ്ട് കരളിൻ്റെ കലവറ തുറക്കുന്നുണ്ടോ കണ്ണഞ്ചും ചിരിയുടെ കള്ളത്ത കോലുകൊണ്ട് കരളിൻ്റെ കലവറ തുറക്കുന്നുണ്ടോ കണ്ണനെ കണി കാണാൻ കണ്ണൻ്റെ കളി കാണാൻ കണ്ണടച്ചുറങ്ങേണം എൻ മനം കണ്ണടച്ചുറങ്ങേണം. ആൻറ്റിയുടെ പായസം പോലെ തന്നെ വളരെ മധുരമുള്ള സൗണ്ടാന്നും കൂടെ ആൻറ്റി തെളിയിച്ചു കഴിഞ്ഞു. വളരെ അപ്പൊ പാട്ട് പഠിക്കാൻ വരുന്നത് മോശമായിട്ടൊന്നും അല്ല, എല്ലാവരും നന്നായിട്ടാണ്. ആൻറ്റി ഫ്രീ ആയിട്ടൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതെന്ന് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും മധുരമായിട്ട് പാടുന്നത് ഞാൻ വിചാരിച്ചിരുന്നു. കുറെ നർത്തകി എന്ന് പറയാൻ പറ്റില്ല, വലിയ നർത്തകിയൊന്നും അല്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ പിന്നെ ഞാൻ 35 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ ടീച്ചറായിരുന്നു, മ്യൂസിക് ടീച്ചർ. അപ്പോൾ അവിടെ വർക്ക് ചെയ്തപ്പോൾ അവിടെ മ്യൂസിക് മറ്റുള്ള എന്ത് കലാപരിപാടികളുണ്ടെങ്കിലും മ്യൂസിക് ടീച്ചർക്കാണല്ലോ പ്രാധാന്യം കൂടുതൽ. അപ്പോൾ അങ്ങനെ വന്ന് അവിടെ തിരുവാതിര പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറിൽ നിന്ന് ഞാൻ കുറേയൊക്കെ സ്റ്റെപ്പുകൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നോക്കി മനസ്സിലാക്കി അങ്ങനെ കുറച്ച് തിരുവാതിര കുറച്ചെന്നല്ല ഒരു ഇത് നല്ലപോലെ അറിയാം. അപ്പോൾ ഞാനിവിടെ കുട്ടികളെ തിരുവാതിരയൊക്കെ പഠിപ്പിച്ച് ഓണം സെലിബ്രേഷന് പിന്നെ ഇതുപോലെ യങ്ങേഴ്സിനെ പഠിപ്പിച്ചിട്ട് സ്റ്റേജിൽ ഇരുന്നുണ്ട്. അതുപോലെ പിന്നൽ തിരുവാതിര അത് അധികം കാണാത്ത ഒരൈറ്റമാണ്. ഇങ്ങനെ ചരടുമ്മ ഉള്ള അത് ഇങ്ങനെ പഠിപ്പിച്ച് ഒരു തവണ കളിപ്പിച്ച് എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണെന്ന് എനിക്ക് കണ്ടപ്പോൾ. മറ്റുള്ളവരുടെ എക്സ്പ്രഷനാണല്ലോ നമ്മുടെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഇത് ഇപ്പം ഏകദേശം ഒരു 45 മിനിറ്റോളം അടുപ്പത്ത് കിടന്ന് നല്ലപോലെ കുറുകി. ഇനി ഇതിപ്പോൾ അതെ ഇനി ചേർക്കേണ്ടത് ഫസ്റ്റ് പാലാണ്. തൻപാലെന്ന് പറയും. ആദ്യമായിട്ട് ഫസ്റ്റിലെടുക്കണ നല്ല കുറുകിയ പാല്. ഇതങ്ങോട്ട് ചേർക്കുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യണം, സ്റ്റൗ ഓഫ് ചെയ്യണം. പിന്നെ കത്തിക്കാൻ പാടില്ല, അത് പിരിഞ്ഞു പോകും. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഒഴിച്ച വഴിയെ ഓഫ് ചെയ്യും. ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാന്ന് പറഞ്ഞത് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി അത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസം റെഡിയായി. അതെ കാര്യം അതേ ഉള്ളൂ. ഈ പാലൊന്ന് കുറുകണ ആ ഒരു സമയമാണ്, അതാണ്. വേറെ അല്ലാണ്ട് ബുദ്ധിമുട്ടില്ല. പിന്നെ ഇപ്പം ഇത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് തേങ്ങാക്കൊത്ത്. നെയ്യിൽ വറുത്തെടുത്ത് വെച്ചു. ഇത് അണ്ടിപ്പരിപ്പ്, കറുത്ത മുന്തിരി. അതെ ഇതിൽ നമുക്ക് കടിക്കാൻ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ പഴം അല്ല ഈ ചക്കപ്പഴം ഇതുകൊണ്ടൊക്കെ ഇതായതല്ലേ, അതിന് കടിക്കാനുള്ള ഒരു ഇതാണ് ഈ കിസ്മിസും ഈ തേങ്ങ കൊത്തും എല്ലാം. അതെ മറ്റേ അരി കൊണ്ടുള്ള പായസം അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടാണെങ്കിൽ നമുക്ക് അത് തന്നെ കുറച്ച് കടിക്കാനുണ്ട്. ഇതിപ്പോൾ അതില്ല. അപ്പം അതിനാണ് നമ്മൾ ഇതൊഴിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ഇങ്ങനെ കടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രഥമൻ റെഡിയായി. ഇനി അത് ഒരു ബൗളിലേക്ക് കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിൽ നെയ്യുണ്ട്, നെയ്യിൽ വറുത്ത സാധനങ്ങളാണല്ലോ. അപ്പോൾ കുറച്ചൊന്ന് കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കപ്രഥമൻ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ആർക്കാണെങ്കിലും ചക്കയൊക്കെ ഇപ്പോൾ വളരെ സുലഭമായിട്ട് കിട്ടുന്നൊരു സീസണാണ്.
എന്തായാലും എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇപ്പോൾ ആൻറ്റി നമുക്ക് പറഞ്ഞത്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വേണ്ടി അരുണാൻറ്റി നല്ല സ്വാദിഷ്ടമായ ചക്കപ്രഥമനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആണെങ്കിൽ തന്നെ നാവിൽ വെള്ളം ഊറുന്ന ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ എല്ലാവരും വിഷുവിന് ഇത് ചെയ്ത് നോക്കുക. ആൻറ്റിക്ക് ഒത്തിരി താങ്ക്സ്. ചന്ദ്രലേഖ ചന്ദ്രലേഖ വിഷു ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല നിറമുള്ള ഓർമ്മകളോടൊപ്പം നല്ല രുചികരമായ ഭക്ഷണ സാധനങ്ങളും തെളിഞ്ഞു വരും അല്ലേ? ഇന്ന് നാം വിഷു സ്പെഷ്യൽ പാചകത്തിനായി നമ്മൾ എത്തിയിരിക്കുന്നത് ശോഭാൻറ്റിയുടെ അടുത്താണ്. ശോഭാൻറ്റി നമുക്ക് വേണ്ടി എന്താണ് വിഷു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്നതെന്നോ? ഹായ് ആൻറ്റി, വിഷുവിന് സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഞാനിന്ന് ചക്ക എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ. പരമ്പരാഗതമായിട്ട് അതെ, ചക്ക ഈ വിഷുക്കാലത്ത് ധാരാളമായി കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം അത് വെച്ച് ഒരു ഇപ്പോഴത്തെ പുതുതലമുറയിലുള്ളവർക്കൊന്നും അധികം പേർക്ക് അവർക്കൊന്നും അത് വലിയ ഇഷ്ടമല്ല. അപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഒരു വലിയ നല്ലൊരു വിഭവമായിരുന്നു. അപ്പം അതിനെപ്പറ്റി പറയാനാണ് പോകുന്നത്. ആദ്യമായി വേണ്ടത് ചക്കയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ജീരകം, പച്ചമുളക്, തേങ്ങ, പിന്നെ കടുക് വറുക്കാനായിട്ടുള്ള സാധനങ്ങൾ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, എണ്ണ. ലാസ്റ്റ് നമുക്ക് ഇടാനായിട്ട് വറുത്ത തേങ്ങ വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ആദ്യമായി വേവിച്ച് വെച്ച ചക്കയാണ്. ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി ഇത് കുക്കറിൽ വേവിച്ചതാണ്. എത്ര സമയം? ഒരു കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിക്കണം. കുരുവുണ്ടോ? ഒരു 10 കുരു ഇട്ടിട്ടുണ്ട്. 10 കുരു ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഇത് ഇതിലോട്ട് നമുക്ക് ഇടാം. ചൂടായ പാനിലേക്ക് ഇടാം. നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട്. വെള്ളമില്ലാതെ അധികം വെള്ളമില്ല, കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കണം. കാരണം ഇതൊന്ന് കുഴഞ്ഞു വരണം. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ടുണ്ട്. എരിശ്ശേരിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഗ്യാസിൽ നമുക്കൊന്ന് നോക്കേണ്ടി വരും. ഇതിലേക്ക് നമ്മൾ പിന്നെ ഇതിൽ തേങ്ങയിൽ ജീരകവും പച്ചമുളകും അരച്ചതാണ്. അതാണ് ഇത് വെച്ചിരിക്കുന്നത്. അതെ, പേസ്റ്റാക്കി ഒത്തിരി അരയുന്ന രീതിയിൽ. അധികം അരയണ്ട, അതെ. അത് ഇതിലേക്ക് ഇടാം. ഇത് വേവിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ നേരത്തെ ഇടുന്നത്. അല്ലെങ്കിൽ വേവിക്കാനുള്ള സമയം എടുക്കണം. ഇപ്പം തേങ്ങ എത്ര ഉണ്ടാവും? ഒരു മുറി തേങ്ങ. എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ മുളക് പൊടി ഇടാം. ഞാനിത് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇതിൽ ചിലർക്ക് എരിവ് കൂടുതൽ വേണം, ചിലർക്ക് എരിവ് കുറച്ച് മതി. ഇതൊന്ന് നല്ല ഇത്തിരി ഒന്ന് കുഴയണം. ഇത് ശരിയാകുമ്പോഴേ. ഇനി ഇത് നമുക്ക് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ചക്കയൊക്കെ വിഷുക്കാലത്ത് വളരെ നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. എല്ലാവരും ഇപ്പം പുതുതലമുറയിൽ ആർക്കും അറിയില്ലാന്ന് തോന്നുന്നു. അറിയില്ല, ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത് വലിയ ഇഷ്ടമല്ല. പണ്ടൊക്കെ നമ്മുടെയൊക്കെ സമയത്ത് ചക്കപ്പായസം, ചക്ക എരിശ്ശേരി, ചക്ക കൊണ്ടുള്ള ഒരുപാട് ഇതുണ്ടാക്കണം. ചക്ക വറ്റൽ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോഴും ഉണ്ടാക്കാറുണ്ടോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മുടെ പണ്ടൊക്കെ ഒരുപാട് പറമ്പൊക്കെ കാണുമല്ലോ. അപ്പോൾ അവിടെ ചക്കയൊക്കെ ഇഷ്ടംപോലെ കിട്ടും. ഇപ്പം അതും കുറവാണ്. എല്ലാവരും ഫ്ലാറ്റിൽ. അതെ. ഇനി നമുക്കത് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അത് ശരിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് കടുക് വറുത്ത് ചേർക്കാം. ഇനി നമുക്ക് കടുക് വറുക്കാം. എനിക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കടുക് വറുക്കാനായിട്ട് ഇതിന്. എന്നിട്ട് വറ്റൽ മുളക് മുറിച്ചിടണം. കടുക് ഇടുന്നതിന് മുമ്പ് വറ്റൽ മുളക് മുറിച്ചിടണം. കുറച്ച് കടുക് ഇടുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന. എന്തായാലും എല്ലാവരും വിഷു ആഘോഷിക്കാനൊക്കെ തറവാടുകളിൽ എത്തുന്നുണ്ടാവും. അപ്പോൾ അവിടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം. നമുക്ക് മാർക്കറ്റിൽ പോയി വാങ്ങിക്കാനൊന്നും വേണ്ട, വീട്ടിൽ തന്നെ കാണും. പക്ഷെ ഇപ്പോൾ കിട്ടൂല. ഇപ്പോൾ മാർക്കറ്റിൽ അന്വേഷിച്ച് നടക്കേണ്ടി വരും. ചക്കയുണ്ടോ ചക്ക എന്ന് ചോദിച്ചാൽ.
കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് കുറച്ച് കരിവേപ്പിലയിലേക്ക് നമുക്ക് കടുക് വറുത്തത് ഇതിലേക്ക് ഇടാം. ഇനി തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ വറുത്തത് ആഡ് ആദ്യം എരിശ്ശേരിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണിത്. തേങ്ങ വറുത്തത്. അതെ, തേങ്ങ വറുത്തത്. അത് നല്ല ഒരു സാധാരണ ചിരകി വറുത്തതാണ്. അതെ, ചിരകി വറുത്തതാണ്. നമ്മൾ വറുത്ത് വെച്ചാൽ അത് ഇതിലേക്ക് ഇടുക. അപ്പോൾ എരിശ്ശേരി തയ്യാറായി. നമ്മളിനി അധികം നേരം ചൂടാക്കുമെന്ന് വേണ്ട. വേണ്ട, അതെല്ലാം ആയി കഴിഞ്ഞു. ഇനി പണ്ട് കഞ്ഞിയും എരിശ്ശേരിയാണ് മെയിനായിട്ട് ഇങ്ങനെ എല്ലാവരും കഴിക്കണത്. കഞ്ഞിയോടൊപ്പം എരിശ്ശേരി, ചക്ക എരിശ്ശേരിയും കഞ്ഞിയും. ഇന്നാരും കഞ്ഞിയൊന്നും കഴിക്കാറില്ല. എല്ലാവരും ബർഗറും പൊറോട്ടയൊക്കെയാണ് കഴിക്കുന്നത്. എരിശ്ശേരി റെഡിയായി കഴിഞ്ഞു. നല്ല സ്വാദിഷ്ടമായ ചക്ക എരിശ്ശേരിയാണ് ശോഭാനി നമുക്ക് വേണ്ടി റെഡിയാക്കി തന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ നല്ല സ്മെല്ലൊക്കെ ഇവിടെ നന്നായിട്ടുണ്ട്. അപ്പോൾ വിഷുവിന് ഉഷാറായിട്ട് എല്ലാവരും ഇത് ഉണ്ടാക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് ചക്ക എരിശ്ശേരി. പിന്നെ ഈ പച്ചച്ചക്കയും വളരെ നല്ലതാണ്. പ്രമേഹത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ചക്ക. എല്ലാവർക്കും എൻ്റെ വിഷുവാശംസകൾ. ചന്ദ്രലേഖ ചന്ദ്രലേഖയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നേരുന്നു.